ഇന്ന് നമുക്കൊരു നോമ്പുതുറ റെസിപ്പി ആക്കിയാലോ. പാൽവാക്കാണ് കേട്ടോ ഒന്നുണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ സാബൂനരി, പഴുത്ത പഴം, നല്ലതായിട്ട് പഴുത്ത പഴം കേട്ടോ, പിന്നെ മിൽക്ക് മെയ്ഡ്, പാല്, പിന്നെ 1-2 ഏലക്കായ. ഇത്രയും കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പാൽവാക്കാന്ന് തന്നെയാണോ പറയാമെന്നറിയില്ല, നമ്മളെവിടെയൊക്കെ അങ്ങനെയാണ് പറയാം. വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കഴുകിയ സാബൂനരി എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. കുറച്ചൊന്ന് വേവ് പറ്റുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് 2-3 ഏലക്കായ ചതച്ച് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നുള്ളുപ്പ്, ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ, മധുരം ഇടുന്നതിൽ ഒരു ഉപ്പിട്ട് കഴിഞ്ഞാൽ പായസത്തിലൊക്കെ ഇടില്ലേ, അതുപോലെ തന്നെ. പിന്നെ അതൊന്ന് വെന്ത് വന്നിട്ട് അതിൻ്റെ വെള്ള കളറൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പായം കൂടെ അതിൽ ചേർത്ത് കൊടുക്കട്ടെ. പായം നല്ല പഴുത്ത പായമാവണേ, അല്ലെങ്കിൽ പാൽ വയ്ക്കുന്ന സമയത്ത് പിരിഞ്ഞു. ഇനിയിപ്പോൾ അഥവാ നല്ല പഴുത്ത പായല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ പായം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ട് ആ പായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാൽ വയ്ക്കുമ്പോൾ പിരിഞ്ഞു പോകില്ല കേട്ടോ. അല്ലെങ്കിൽ ആ കറ വരുമ്പോൾ പിരിഞ്ഞു പോകലുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറുതായ സമയത്ത് നമ്മളെ വീട്ടിലൊക്കെ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് പാൽവായ്ക്കൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. എണ്ണക്കടികളൊക്കെ ഉണ്ട്, ഒരു പഴംപൊരി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മക്കാണ് ഇപ്പോഴും എല്ലാ റമദാൻ വരുമ്പോഴും ഒരിക്കലെങ്കിലും എന്താക്കലുണ്ട്, പാൽവായ്ക്ക ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് മിൽക്ക് മെയ്ഡ് നമ്മൾ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. കുറച്ചുകൂടി അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ട് അത് നല്ല മിൽമ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഉണ്ടാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പാത്രത്തിലാക്കി നമ്മൾ വീട്ടിലേക്ക് ഉമ്മക്കൂടി കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ.